PPD@PS വേൾഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. മക്കളെ, 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 1ാമത്തെ അധ്യായം അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബോർ മാതൃക, ബോർ മോഡൽ ഓഫ് ആറ്റം അതെന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. എല്ലാവർക്കും ആറ്റത്തിൻ്റെ ബോർ മാതൃക ഇപ്പോൾ വരക്കാനും അറിയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐസോടോപ്പുകളെ കുറിച്ചാണ്. എന്താണ് ഐസോടോപ്പ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ബോർ മാതൃക, ആറ്റത്തിൻ്റെ ബോർ മാതൃക നമ്മൾ വരച്ചതാണ്. അതിൽ ഇവിടെ ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഹൈഡ്രജൻ മൂന്ന് തരം ആറ്റങ്ങളുണ്ട്. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് 3 തരത്തിലുള്ള ആറ്റങ്ങളുണ്ട്. ആ 3 തരത്തിലുള്ള ആറ്റങ്ങളുടെ ബോർ മോഡൽ ഞാൻ ഇവിടെ വരക്കാം. ആ ബോർ മോഡൽ ഓരോന്നും പരിശോധിച്ചിട്ട് അവ 3ഉം തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങളൊന്ന് കണ്ടെത്തണം. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യം. നോക്കൂ, ഹൈഡ്രജൻ്റെ ഒരാറ്റത്തിൻ്റെ ഘടന ഇവിടെ കൊടുക്കുന്നു. അതിനൊരു കേന്ദ്രഭാഗമുണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ n=0 എന്ന ന്യൂട്രോണുകളുടെ എണ്ണം, p=1, പ്രോട്ടോണിൻ്റെ എണ്ണം 1, ന്യൂട്രോണിൻ്റെ എണ്ണം 0, പ്രോട്ടോണിൻ്റെ എണ്ണം 1. K ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഹൈഡ്രജൻ്റെ ഒരു ആറ്റം. ദിസ് ഈസ് ദ വൺ ഓഫ് ദി ആറ്റം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ തന്നെ വേറൊരു ആറ്റം ഞാൻ ഇവിടെ വരക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ന്യൂക്ലിയസ്. n=1, p=1, K ഷെല്ലിൽ 1 ഇലക്ട്രോൺ. മനസ്സിലാവുണ്ടല്ലോ? ഇനി ഹൈഡ്രജൻ്റെ മൂന്നാമത്തെ ആറ്റം ന്യൂക്ലിയസ്. n=2, p=1, K ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഈ 3 ആറ്റങ്ങളും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. മക്കളെ, ഇതും ഹൈഡ്രജനാണ്, ഇതും ഹൈഡ്രജൻ്റെ ആറ്റാണ്, ഇതും ഹൈഡ്രജൻ്റെ ആറ്റാണ്. എങ്ങനെ മനസ്സിലായി ഇത് ഹൈഡ്രജൻ്റെ ആറ്റാണെന്ന്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഏറ്റവും ചെറിയ ആറ്റമാണ് ഹൈഡ്രജൻ. അതിലാകെ 1 ഇലക്ട്രോണേ ഉള്ളൂ, ആകെ 1 പ്രോട്ടോണേ ഉള്ളൂ. 1 പ്രോട്ടോൺ മാത്രമുള്ള, 1 ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ്റെ ആറ്റ. ഈ 3 ആറ്റത്തിൻ്റെ ഘടന 3ലേക്കും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇലക്ട്രോൺ 1 കണ്ടോ, 1 ഇലക്ട്രോൺ. ഇതിലും 1 ഇലക്ട്രോൺ, ഇതിലും 1 ഇലക്ട്രോണാണ്. ഇനി പ്രോട്ടോൺ p=1, p=1, p=1. പ്രോട്ടോൺ 1, ഇലക്ട്രോൺ 1. ഇലക്ട്രോണിൻ്റെ എണ്ണം 3ലും തുല്യമാണ്, പ്രോട്ടോണിൻ്റെ എണ്ണം 3 എണ്ണത്തിലും തുല്യമാണ്. 1 ഇലക്ട്രോണും 1 പ്രോട്ടോണും ഉള്ള ആറ്റായതുകൊണ്ട് ഇത് 3 ഹൈഡ്രജനാണ്. 3ഉം ഹൈഡ്രജനാണ്. പിന്നെ എന്താ മക്കളെ വ്യത്യാസം? ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, ഇലക്ട്രോൺ ഒരേപോലെ. പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, പ്രോട്ടോണിൻ്റെ എണ്ണം ഒരേപോലെ. പിന്നെ എന്താ വ്യത്യാസം? ആലോചിച്ച് നോക്കൂ. യെസ്, ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം. കറക്റ്റ്. ഒന്നാമത്തെ ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ട്? 0. n=0, ന്യൂട്രോൺ 0ആണ്. രണ്ടാമത്തെ ആറ്റം, അതായത് n=1, 1 ന്യൂട്രോൺ ഉണ്ട്. മൂന്നാമത്തെ ഹൈഡ്രജൻ n=2, 2 ന്യൂട്രോണുകളുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 3 ഹൈഡ്രജൻ ആണല്ലോ. ശരി, 3 ആറ്റവും ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എച്ച് എച്ച് എച്ച്. നമുക്കറിയാം ഒരു മൂലകത്തിൻ്റെ സിമ്പൽ, പ്രതീകം, ഒരു എലമെൻറ്റിൻ്റെ പ്രതീകം നമ്മൾ എഴുതൽ എങ്ങനെയാണ്? മാസ് നമ്പർ മുകളിലും ആറ്റോമിക നമ്പർ അടിയിലുമാണ് എഴുതുക. ശരിയല്ലേ? മാസ് നമ്പർ മുകളിലും ആറ്റോമിക നമ്പർ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ആറ്റം, ഹൈഡ്രജൻ്റെ ആറ്റം നമ്പർ 1, ആറ്റം നമ്പർ 2, ആറ്റം നമ്പർ 3, ഒന്നാമത്തെ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ആലോചിച്ച് നോക്കൂ. എന്താണ് ആറ്റോമിക നമ്പർ? ഇലക്ട്രോണുകളുടെ എണ്ണം സമം പ്രോട്ടോണുകളുടെ എണ്ണം. അതാണ് ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ആ എണ്ണത്തെ വിളിക്കുന്ന പേര് ആറ്റോമിക നമ്പർ എന്നാണ്. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയും. ഈ ആറ്റത്തിൽ പി സമം 1 അല്ലേ? ഇലക്ട്രോണിൻ്റെ എണ്ണം 1 അല്ലേ? അപ്പോൾ ആറ്റോമിക നമ്പർ 1 അത് ചോട്ടിലല്ലേ എഴുതുക, താഴെ? യെസ്, ആറ്റോമിക നമ്പർ 1. മാസ് നമ്പർ എത്രയാ? എന്താണ് മാസ് നമ്പർ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കൂട്ടിയാൽ കിട്ടുന്നതാണ് മാസ് നമ്പർ. സം ഓഫ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ കാൾഡ് മാസ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടൊന്ന് കൂട്ടി വെക്കൂ. പി പ്ലസ് എൻ, 1ഉം 0 കൂട്ടിയാൽ 1, മാസ് നമ്പർ 1 മുകളിൽ എഴുതി. ആറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 1. ശരിയല്ലേ? കുറച്ച് ഇങ്ങോട്ട് എഴുതാം. ആറ്റോമിക നമ്പർ, മാസ് നമ്പർ. ഇനി ഇതിലോ പ്രോട്ടോണിൻ്റെ എണ്ണം 1, ഇലക്ട്രോണിൻ്റെ എണ്ണം 1. അപ്പോൾ ആറ്റോമിക നമ്പർ 1, മാസ് നമ്പർ പ്രോട്ടോൺ ന്യൂട്രോൺ കൂട്ടുക, 1 + 1 2, മാസ് നമ്പർ 2. ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 1, ആറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 2, 1, 3. നോക്കൂ നിങ്ങൾ, ഇത് 3ഉം ഹൈഡ്രജൻ്റെ ആറ്റങ്ങളാണ്. ഈ 3 ആറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആറ്റോമിക നമ്പർ ഒരേപോലെയാണ്, 1, 1, 1. മാസ് നമ്പർ വ്യത്യസ്തമാണ്. അപ്പം എന്താണ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ദീസ് ആർ വി കാൾഡ് ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകളാണിവ. മനസ്സിലായോ? മാസ് നമ്പർ 1 ഹൈഡ്രജൻ്റെ ആറ്റത്തെ പ്രോട്ടിയം എന്നാണ് വിളിക്കുക. മാസ് നമ്പർ 2 ഹൈഡ്രജൻ്റെ ആറ്റത്തെ പറയുന്നത് ഡ്യൂട്ടീരിയം. ഇനി മാസ് നമ്പർ 3 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ട്രീഷ്യം. അപ്പോൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം ഇവ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. മക്കളെ ശ്രദ്ധിക്കുക, എന്താണ് ഐസോട്ടോപ്പ്? ഒരു മൂലകം, ഒരു മൂലകത്തിൽ തന്നെ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആറ്റങ്ങൾ വിളിക്കുന്ന പേരാണ് ഐസോട്ടോപ്പുകൾ. അപ്പോൾ ഐസോട്ടോപ്പ് എന്താണ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് പകർത്തണം. എന്താണ് ഐസോട്ടോപ്പുകൾ? ഒരു മൂലകത്തിന് തന്നെ വ്യത്യസ്ത മാസ് നമ്പറുള്ള ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അവയുടെ ആറ്റോമിക നമ്പറുകൾ തുല്യമായിരിക്കും, മാസ് നമ്പറുകൾ വ്യത്യസ്തമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളേവ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. പ്രോട്ടിയത്തിൻ്റെ മാസ് നമ്പർ 1, ആറ്റോമിക നമ്പർ 1. ഡ്യൂട്ടീരിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 2. ട്രീഷ്യം ആറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 3. ഇനി പ്രോട്ടിയത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണം 1, ഡ്യൂട്ടീരിയത്തിൽ പ്രോട്ടോൺ 1, ട്രീഷ്യത്തിൽ പ്രോട്ടോൺ 1.
പ്രോട്ടിയത്തിൽ ഇലക്ട്രോൺ 1, ഡ്യൂട്ടീരിയത്തിൽ ഇലക്ട്രോൺ 1, ട്രീഷ്യത്തിൽ ഇലക്ട്രോൺ 1. പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമാണ്, ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. എന്നാൽ പ്രോട്ടിയത്തിൽ ന്യൂട്രോണിൻ്റെ എണ്ണം 0. ന്യൂട്രോണുകളില്ലാത്ത ഹൈഡ്രജൻ്റെ ആറ്റം ഐസോട്ടോപ്പ് ഏത്? പ്രോട്ടിയം. 1 ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ട്രീഷ്യം. പ്രോട്ടിയം മാസ് നമ്പർ 1, ഡ്യൂട്ടീരിയം മാസ് നമ്പർ 2, ട്രീഷ്യം മാസ് നമ്പർ 3. അപ്പോൾ ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകളാണ് പഠിച്ച മക്കളെ. ഇതുപോലെ ഓരോ മൂലകത്തിനും പല മൂലകങ്ങൾക്കും ഇതുപോലെ ഐസോട്ടോപ്പുകളുണ്ട്. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വേറെ ചില മൂലകങ്ങളുടെ ഐസോട്ടോപ്പുകളൊന്ന് പരിചയപ്പെടാം. ഇത് സ്ട്രക്ചറൊക്കെ വരക്കണം, നോട്ട്ബുക്കിലേക്ക് ഇത് നോട്ടാക്കി പകർത്തനങ്ങൾ. ഐസോട്ടോപ്പുകൾ എന്ന ഹെഡിങ് എഴുതുക, എന്നിട്ട് ഈ ഡെഫിനിഷൻ എഴുതുക. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഉദാഹരണം, ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്നിവ. പ്രോട്ടിയത്തിൻ്റെ ഘടന, ഡ്യൂട്ടീരിയത്തിൻ്റെ ഘടന, ട്രീഷ്യത്തിൻ്റെ ഘടന, അതിൻ്റെ സിമ്പൽ. മനസ്സിലായോ? ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടി എങ്ങനെ അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക? എന്താണ് ഐസോട്ടോപ്പ്? ഐസോട്ടോപ്പ് ഒരേ ആറ്റോമിക നമ്പർ, സെയിം ദ ആറ്റംസ് ഓഫ് എൻ എലമെൻറ്റ്, ആറ്റംസ് ഓഫ് എൻ എലമെൻറ്റ് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ, ഹാവിങ് അവക്കുണ്ട്, എന്തുണ്ട്? ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ, but different mass number is called isotopes. What do you mean by isotope? The atoms of an element, ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ, ഹാവിങ് അവക്കുണ്ട്, സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും അവക്കുണ്ട്. അങ്ങനെയുള്ള ഐസോട്ടോപ്പ് ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഈസ് കോൾഡ് ഐസോട്ടോപ്സ്. ദ ആറ്റംസ് ഓഫ് എൻ എലമെൻറ്റ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ഈസ് കോൾഡ് ഐസോട്ടോപ്പ്. ഓക്കെ, എക്സാമ്പിൾ ഫോർ ഐസോട്ടോപ്പ്: ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. പ്രോട്ടിയത്തിൻ്റെ ബോർ മോഡൽ, ഡ്യൂട്ടീരിയത്തിൻ്റെ ബോർ മോഡൽ, ട്രീഷ്യത്തിൻ്റെ ബോർ മോഡൽ. മനസ്സിലായല്ലോ? ഇങ്ങനെ പല മൂലകങ്ങൾക്കും ഐസോട്ടോപ്പുകളുണ്ട്. ഇനി വേറെ ചില എലമെൻസിൻ്റെ ഐസോട്ടോപ്പുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർബൺ ഇതാ C612, C613, C614. നോക്കൂ, ആറ്റോമിക നമ്പർ സെയിം ആണ്. കാർബണിൻ്റെ ആറ്റോമിക നമ്പർ 6. 3 ആറ്റം, 3ൻ്റെ ആറ്റോമിക നമ്പർ സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. 12, 13, 14. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിങ്ങനെയാണ് ഈ ഐസോട്ടോപ്പുകളെ നമ്മൾ വിളിക്കുക. കാർബൺ 12 എഴുതുമ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? കാർബൺ 12. ഈ ഐസോട്ടോപ്പോ കാർബൺ 13. ഇതോ കാർബൺ 14. അപ്പോൾ കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇനി ഇതിൽ ശ്രദ്ധിക്കാം, ഈ കാർബണിൻ്റെ 3 ഐസോട്ടോപ്പുകളിൽ ഈ 2 ഐസോട്ടോപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കാർബൺ 12, മറ്റൊന്ന് കാർബൺ 14. എന്തതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. കാർബൺ 12 എന്ന ഐസോട്ടോപ്പ് ഇറ്റ് ഈസ് എ പ്യുവർ ഫോം ഓഫ് പ്യുവറസ്റ്റ് ഐസോട്ടോപ്പ്
ഇൻ നേച്ചർ. പ്യുവറസ്റ്റ് ഐസോട്ടോപ്പ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ ഏറ്റവും ശുദ്ധമായ ഐസോട്ടോപ്പാണ് കാർബൺ-12. ഏറ്റവും ശുദ്ധമായ, മാലിന്യങ്ങളൊന്നുമില്ലാത്ത, വളരെ പ്യുവർ ഫോമിൽ ഏറ്റവും പ്യുവറായിട്ട് കാണപ്പെടുന്ന ഐസോട്ടോപ്പാണ് കാർബൺ-12. അപ്പോൾ ഏറ്റവും പ്യുവർ ഫോമിലുള്ള ഏറ്റവും ശുദ്ധമായ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ-12 ആണ്, കാർബൺ-12 ആണ്. ഇനി എന്താണ് ഈ കാർബൺ-12ൻ്റെ ഉപയോഗം എന്നറിയോ? നിങ്ങൾക്കറിയാം, നമ്മുടെ ആറ്റത്തിൻ്റെ മാസമൊക്കെ വളരെ ചെറുതല്ലേ? തൂക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരാറ്റം, ഹൈഡ്രജൻ്റെ ഒരാറ്റത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അത്രയും ചെറുതല്ലേ? അത്രയും ചെറുതാണ്. അതിൻ്റെ തൂക്കം ഗ്രാമിൽ നമുക്ക്, ഗ്രാം എന്ന യൂണിറ്റിൽ നമുക്ക് എഴുതാൻ വളരെ പ്രയാസമല്ലേ? തൂക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ? തുലാസിൽ ഹൈഡ്രജൻ്റെ ഒരു ആറ്റിട്ട് ഇട്ടാൽ കഴിഞ്ഞാൽ ഇപ്പുറത്ത് അതിൻ്റെ തൂക്കം കാണണമെങ്കിൽ ഏത് കല്ലിടുക? കഴിയൂല. അപ്പം ആറ്റോമിക് മാസ് പ്രസ്താവിക്കുന്നതിന് യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, ആറ്റോമിക് മാസ് യൂണിറ്റ്, AMU. ഇപ്പോൾ അതിനെ യൂണിഫൈഡ് മാസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ആറ്റോമിക് മാസ്, ആറ്റത്തിൻ്റെ മാസിനെ ആപേക്ഷിക ആറ്റോമിക മാസ് എന്നാണ് നമ്മൾ പറയാം, റിലേറ്റീവ് ആറ്റോമിക് മാസ്. ഒരാറ്റത്തെ അപേക്ഷിച്ച് മറ്റൊരാറ്റത്തിൻ്റെ മാസ് എത്ര മടങ്ങ് ഉണ്ട് എന്ന് പറയുന്ന രീതിയുണ്ട്. ആപേക്ഷിക ആറ്റോമിക മാസ്, റിലേറ്റീവ് ആറ്റോമിക് മാസ്. ഈ റിലേറ്റീവ് ആറ്റോമിക് മാസ് കണക്കാക്കുന്നത് കാർബൺ-12 എന്ന ഐസോട്ടോപ്പിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ കാർബൺ-12ൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ബേസ് ടു ഡിറ്റർമിൻ റിലേറ്റീവ് ആറ്റോമിക് മാസ്. മലയാളത്തിൽ പറയാം, കാർബൺ-12 എന്ന ഐസോട്ടോപ്പിൻ്റെ ഉപയോഗം എന്ത്? ആപേക്ഷിക ആറ്റോമിക മാസ് കണ്ടുപിടിക്കാൻ, നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഘടകമാണ്, അല്ലെങ്കിൽ അടിസ്ഥാനമായി എടുക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ-12. കാർബൺ-12 എന്ന ഐസോട്ടോപ്പിൻ്റെ ആറ്റോമിക് മാസിനെ ബേസ് ചെയ്താണ്, അടിസ്ഥാനമാക്കിയാണ് മറ്റു മൂലകങ്ങളുടെ ആറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ആപേക്ഷിക ആറ്റോമിക മാസ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? കാർബൺ-12. വിച്ച് ഈസ് ദ ഐസോട്ടോപ്പ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ റിലേറ്റീവ് ആറ്റോമിക് മാസ്, ദാറ്റ് ഈസ് കാർബൺ-12. ഓക്കെ, കാർബൺ-12 ഈസ് എൻ ഐസോട്ടോപ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ റിലേറ്റീവ് ആറ്റോമിക് മാസ്. ക്ലിയർ അല്ലേ? ആപേക്ഷിക ആറ്റോമിക് മാസ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ-12. ഇനി കാർബൺ-14, കാർബൺ-14, ഈ ഐസോട്ടോപ്പിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ-14. ഫോസിലുകളുടെ കാലപ്പഴക്കം എന്താണ്? ഫോസിൽ എന്ന് പറഞ്ഞാൽ ദ ഏജ്, അല്ലേ? ഏജ് ഓഫ് ഫോസിൽസ്. ഫോസിൽ പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിക്കുമ്പോൾ കിട്ടുന്ന പുരാതന കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ ജീവികളുടെ ശരീരാവശിഷ്ടങ്ങളെയൊക്കെയാണ് ഫോസിലുകൾ എന്ന് പറയാം. ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ലിവിങ് ബീയിങ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദി ആൻഷ്യൻ്റ് ഇയേഴ്സ്. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന, പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ജീവികളുടെയോ മറ്റു വസ്തുക്കളുടെയോ അവശിഷ്ടങ്ങളെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഈ അവശിഷ്ടങ്ങളെ വിളിക്കുന്ന പേരാണ് ഫോസിലുകൾ, ഫോസിൽസ്. ഈ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ, എത്ര വർഷം മുമ്പുള്ളതാണെന്ന് കണക്കൂട്ടാൻ കാർബൺ-14 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ കാർബൺ-14 ഉണ്ട്, കാർബൺ-14. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കാർബൺ-14ൻ്റെ അളവ് ഏകദേശം തുല്യമായിരിക്കും, അതിന് മാറ്റം വരില്ല. നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിലുള്ള കാർബൺ-14ൻ്റെ അളവ് മരിക്കുന്നത് വരെ അത് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും, സ്ഥിരമായി നിൽക്കും, മാറ്റം വരില്ല. എപ്പോൾ അത് മരണമടയുന്നുവോ അപ്പം മുതൽ കാർബൺ-14ൻ്റെ അളവ് കുറഞ്ഞു വരും. വർഷങ്ങളോളം കഴിഞ്ഞാലും ഇത് അവസാനിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ശരീരത്തിൻ്റെ ബോഡി നമുക്ക് അവശിഷ്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിലെത്ര കാർബൺ 14 ബാക്കിയുണ്ട് നോക്കിയാൽ മതി, കണക്കൂട്ടിയാൽ മതി. ആ ബാക്കിയുള്ള കാർബൺ 14ൻ്റെ മാസ് നോക്കിയിട്ട് നമുക്ക് എത്ര വർഷം പഴക്കുണ്ട് എന്ന് നിർണ്ണയിക്കാൻ പറ്റുന്ന. അപ്പം അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. അപ്പോൾ ഒരു ശരീരത്തിലുള്ള ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ 14 എന്ന ഐസോട്ടോപ്പിൻ്റെ അളവ് നോക്കിയാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. ദ ഏജ് ഓഫ് ഫോസിൽസ് ആർ ഡിറ്റർമിൻഡ് ബൈ കാൽക്കുലേറ്റിംഗ് ദ മാസ് ഓഫ് കാർബൺ 14 ഐസോട്ടോപ്പ് ഇൻ ദ ബോഡി ഓർ ഇൻ ദ ഗിവൺ സബ്സ്റ്റൻസ്. ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയ നമുക്ക് ലഭിച്ച വസ്തുവിൽ അല്ലെങ്കിൽ ശരീരാവശിഷ്ടത്തിൽ എത്രമാത്രം കാർബൺ 14 ഉണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ ഏജ് നിർണ്ണയിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14. അപ്പോൾ പറയാം, കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. കാർബൺ 12ൻ്റെ ഉപയോഗം എന്താണ്? ആപേക്ഷിക ആറ്റോമിക മാസ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ 14ൻ്റെ ഉപയോഗം എന്താണ്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ക്ലിയർ അല്ലേ? ശരി. അപ്പം 2 എലമെൻറ്റുകളുടെ ഐസോട്ടോപ്പുകൾ നമ്മൾ പഠിച്ചു. ഇതേപോലെ തന്നെ പല മൂലകങ്ങൾക്കും ഐസോട്ടോപ്പുകളുണ്ട്. നിങ്ങൾക്കറിയാലോ, യുറേനിയം കേട്ടിട്ടുണ്ടോ? യുറേനിയം ഒരു വലിയ ആറ്റമാണ്, മാസ് വളരെ കൂടുതലുള്ളൊരു ആറ്റാണ്. യുറേനിയം 91, 232 ഉണ്ട്. അതുപോലെ യുറേനിയം 91, 233 ഉണ്ട്. യുറേനിയം 91, 234 ഉണ്ട്. യുറേനിയം 91, 235 ഉണ്ട്. യുറേനിയം 237 ഒക്കെ ഉണ്ട്. 91, 237, 36, 37 ഒക്കെ ഉണ്ട്. യുറേനിയം 238 ഉണ്ട്. ഇതിൽ 2-3 നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതി. യുറേനിയം 235, 36, യുറേനിയം 237, യുറേനിയം 91, 238. യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പുകളാണത്. യുറേനിയം 235, യുറേനിയം 236, മാസ് നമ്പർ 236 യുറേനിയം ആറ്റുണ്ട്. മാസ് നമ്പർ 237 യുറേനിയത്തിൻ്റെ ആറ്റുണ്ട്. മാസ് നമ്പർ 238 യുറേനിയത്തിൻ്റെ ആറ്റമുണ്ട്. മക്കളെ, ഇതിൽ യുറേനിയം 235 എന്ന ഐസോട്ടോപ്പ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു അറിയോ? ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു. ആണവ റിയാക്ടർ, ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് യുറേനിയം 235. യുറേനിയം 235 ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു. അപ്പം യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പുകളിൽ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒരു യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം 235. ആണവ റിയാക്ടർ എന്താണെന്നറിയില്ലേ? ആണവോർജം ഉൽപ്പാദിപ്പിച്ച് ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, കറണ്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. ആണവ വൈദ്യുത നിലയങ്ങൾ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയും. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകൾ ഉണ്ട്. അവിടെ യുറേനിയം 235 ഉപയോഗിച്ചിട്ടാണ് അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതെങ്ങനെയൊന്നും ഇപ്പോൾ പഠിക്കണ്ട. അപ്പം ഐസോട്ടോപ്പുകൾ, ഇങ്ങനെയുള്ള ഉപയോഗത്തിനൊക്കെ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി കൊബാൾട്ട് എന്ന മൂലകത്തിനൊരു ഐസോട്ടോപ്പ് ഉണ്ട്. കൊബാൾട്ട് 60, കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ഉണ്ട്, 61, 62 ഒക്കെ ഉണ്ട്. അതിൽ കൊബാൾട്ട് 60, കൊബാൾട്ട് 60 എന്നാ പറയാം. കൊബാൾട്ട് 60, കൊബാൾട്ട് 60 എന്ന പിന്നെ ഐസോട്ടോപ്പ് ക്യാൻസർ രോഗചികിത്സക്ക് ഉപയോഗിക്കുന്നു. നമ്മളറിയാം, റേഡിയേഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ? ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാൻ വേണ്ടി റേഡിയേഷൻ നൽകാനൊക്കെ കൊബാൾട്ട് 60 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാൻസർ രോഗചികിത്സക്ക് ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൊബാൾട്ട് 60. കാലപ്പഴക്കം, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ 14. ആപേക്ഷിക ആറ്റോമിക മാസ് നിർണ്ണയിക്കാൻ ഐസോട്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. കാർബൺ 12. അതുപോലെ തന്നെ അയഡിൻ്റെ ഒരു ഐസോട്ടോപ്പ് ഉണ്ട്, അയഡിൻ 131. ഇത്
മരുന്നുകളുടെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസസ് മരുന്ന് നിർമ്മാണത്തിൽ മെഡിസിൻ മരുന്ന് ഔഷധങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഐസോട്ടോപ്പുകൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഐസോട്ടോപ്പ്? ഒരു മൂലകത്തിൻ്റെ തന്നെ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകൾ പഠിച്ചു, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. കാർബണിൻ്റെ 3 ഐസോട്ടോപ്പ് പഠിച്ചു, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അതുപോലെ തന്നെ ഐസോട്ടോപ്പുകളെ പൊതുവെയുള്ള ഉപയോഗങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ഒന്ന് ഇപ്പം നിങ്ങൾ പിന്നെ ചർച്ച ചെയ്ത മാതിരി തന്നെ ഒന്ന് ഐസോട്ടോപ്പിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം കാർബൺ 12 എന്ന ഐസോട്ടോപ്പ് ആപേക്ഷിക ആറ്റോമിക മാസ് നിർണ്ണയിക്കാൻ വേണ്ടി, റിലേറ്റീവ് ആറ്റോമിക മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു കാർബൺ 12 എന്ന ഐസോട്ടോപ്പ്. അതുപോലെ തന്നെ കാർബൺ 14 എന്ന ഐസോട്ടോപ്പ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60, കൊബാൾട്ട് 60 എന്ന ഐസോട്ടോപ്പ് ക്യാൻസർ രോഗചികിത്സക്ക് ഉപയോഗിക്കുന്നു. അയഡിൻ 131 എന്ന ഐസോട്ടോപ്പ് ഔഷധങ്ങൾ നിർമ്മിക്കാൻ, മരുന്നുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഉപയോഗങ്ങൾ ഐസോട്ടോപ്പുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഐസോട്ടോപ്പുകൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ കൃത്യമായി ക്ലാസ് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നല്ലൊരു നോട്ടൊക്കെ നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഇതിൽ വരുന്നത് ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്താം. എന്താണ് ഐസോട്ടോപ്പ്? നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടതാണ്. എന്താണ് ഐസോട്ടോപ്പ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളേവ, അവയുടെ ബോർ മോഡൽ വരച്ച് വ്യത്യാസം എഴുതുക. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളേവ, വിച്ച് ആർ ദ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ? ഡ്രോ ദ ബോർ മോഡൽ ഓഫ് ദീസ് ഐസോട്ടോപ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ദെൻ മൂന്നാമത്തത് ഐസോട്ടോപ്പുകളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസോട്ടോപ്സ്? അതിൽ നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതാം. ആപേക്ഷിക ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? അല്ലെങ്കിൽ ആപേക്ഷിക ആറ്റോമിക മാസ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? വിച്ച് ഈസ് ദ ഐസോട്ടോപ്പ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ റിലേറ്റീവ് ആറ്റോമിക് മാസ്? പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധ രൂപത്തിൽ കാണപ്പെടുന്ന ഐസോട്ടോപ്പ് ഏത്? കാർബൺ 12 തന്നെയാണ്. ഓക്കെ, ഏറ്റവും ശുദ്ധ രൂപത്തിൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഐസോട്ടോപ്പ് ഏത്? വിച്ച് ഈസ് ദ ഐസോട്ടോപ്പ് ഫൗണ്ട് ഇൻ നേച്ചർ having purest form of isotopes, the purest form of isotopes in the nature, that is carbon 12. ഇനി ചോദിക്കാവുന്നതാണ്, ക്യാൻസർ രോഗചികിത്സക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? കൊബാൾട്ട് 60. ഔഷധങ്ങൾ നിർമ്മിക്കാൻ, ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസസ് ഔഷധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് അയഡിൻ 131, 111. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ദ ഐസോട്ടോപ്പ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി നോട്ട് വളരെ ഭംഗിയായി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം മക്കളെ. എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി നോട്ട് തയ്യാറാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കിത് പഠിച്ച് മനസ്സിലാക്കാനുള്ളൊരു അവസരം നിങ്ങൾ നൽകണം. മാത്രമല്ല, ഇനി ഈ വീഡിയോ, ഈ ചാനൽ PPD@PS World എന്ന് പറഞ്ഞ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള വീഡിയോ തുടർച്ചയായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.